നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ജീവിതഭാരവും തോളിലേറ്റി കടൽ കടന്ന് കരയെത്തിച്ചേരാൻ പ്രവാസികൾ പ്രവാസ ലോകത്തേക്ക് പോകുന്നു. എന്നാൽ അവിടെ തികച്ചും യാഥാർത്ഥ്യങ്ങൾക്ക് വിപരീതമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ബന്ധു ചതിച്ച് ലക്ഷങ്ങൾ കടബാധ്യതയുമായി ഒരു പ്രവാസി, 1 വർഷം വീട്ടുതടങ്കൽ, 6 മാസം ജയിൽവാസം. അങ്ങനെ മകന്റെ അവസ്ഥ അറിഞ്ഞ അച്ഛൻ വേദന താങ്ങാനാവാതെ തൂങ്ങി മരിച്ചു. അമ്മയുടെ മാനസിക നില തകരാറിലായി. ഒടുവിൽ ജീവിതത്തിലെ കടുത്ത പരീക്ഷണങ്ങൾക്കൊടുവിൽ ചില നല്ല മനസ്സുകളുടെ കാരണത്തിൽ പിറന്ന മണ്ണിലേക്ക് മടങ്ങാനൊരുങ്ങുകയാണ്. നാട്ടിലെത്തി അമ്മയെ കാണണം, ഇനിയുള്ള കാലം അമ്മയോടൊപ്പം സമാധാനമായി ജീവിക്കണം എന്നു മാത്രമാണ് ഈ പ്രവാസി ആഗ്രഹിക്കുന്നത്. കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശി സുബീഷിൻ്റെതാണ് ഈ കടുത്ത ദുരിത ജീവിത കഥ. അടുത്ത ബന്ധുവാണ് 7 വർഷം മുമ്പ് സുബീഷിനെ ദുബായിലേക്ക് കൊണ്ടുവരുന്നത്. സുബീഷിന്റെ പേരിൽ ഒരാൾ ഒരു കമ്പനിയും തുടങ്ങി. അതിന്റെ പേരിൽ വലിയൊരു തുക കടമെടുത്തു. 1 വർഷത്തോളം കാരണങ്ങളില്ലാതെ സുബീഷിനെ വീട്ടുതടങ്കലിലും വിട്ടു. ഇത്തരത്തിൽ പണവുമായി അയാൾ രാജ്യം വിട്ടു. പിന്നീട് ഈ തുകയുമായി ബന്ധപ്പെട്ട കേസിലും മറ്റ് പ്രശ്നങ്ങളിലുമൊക്കെയായി സുബീഷ് കുടുങ്ങുകയായിരുന്നു. 6 മാസത്തോളം ജയിൽവാസവും അനുഭവിക്കേണ്ടി വന്നു. അതിനിടയിൽ മകന്റെ കഥകളറിഞ്ഞ അച്ഛൻ വേദന താങ്ങാനാകാതെ തൂങ്ങി മരിച്ചു. അമ്മ മാനസികമായി തന്നെ തകർന്നു. അങ്ങനെ തന്റേതല്ലാത്ത കാരണത്താൽ സുബീഷിന്റെ ജീവിതം സങ്കടക്കടലായി മാറുകയായിരുന്നു. ശേഷം ജയിലിനുള്ളിൽ നിന്നും പരിചയപ്പെട്ട ആരുടെയൊക്കെ സഹായത്താലാണ് പുറത്തേക്ക് എത്തിയത്. എന്നാൽ റിയൽ എസ്റ്റേറ്റ് കേസ് ഉൾപ്പെടെ നാട്ടിൽ മടങ്ങാനാവാത്ത വിധം നിരവധി കേസുകൾ ബാക്കിയായുണ്ട്. വലിയൊരു സംഖ്യ UAE-യിൽ കെട്ടിവെച്ചാൽ മാത്രമാണ് നാട്ടിലേക്ക് പോകാൻ സാധിക്കൂ എന്നായതോടെ ജീവിതത്തിൽ വീണ്ടും ഇരുട്ടുകൾ നിറഞ്ഞു. എന്നാൽ വിവരമറിഞ്ഞെത്തിയ സാമൂഹ്യ പ്രവർത്തകൻ അഷ്റഫ് താമരശ്ശേരിയും കൂട്ടരും അഷ്റഫിനെ കാണാൻ നാട്ടിൽ നിന്നും ദുബായിലെത്തിയ ഫിറോസ് കുന്നുംപറമ്പിലും സുബീഷിന് താങ്ങായതോടെ 7 വർഷം അനുഭവിച്ച പ്രയാസത്തിന് വെറും 15 മിനിറ്റിനുള്ളിൽ പരിഹാരമായി. ഇത്തരത്തിൽ ഫിറോസാണ് ഇക്കാര്യം തന്റെ ഫേസ്ബുക്കിലൂടെ പുറം ലോകത്തെ അറിയിച്ചത്. എല്ലാ ബാധ്യതകളും കേസുകളും തീർത്ത് സുബീഷിനെ ഒരാഴ്ചയ്ക്കുള്ളിൽ നാട്ടിലേക്ക് അയക്കുകയും ചെയ്യും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.